ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഹിസ്റ്ററി സെക്കൻഡിലെ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലോട്ട് കടക്കാം. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വിക്ടോറിയൻ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാം. വ്യവസായങ്ങൾ അതിവേഗം വികസിച്ചു. സമൂഹം മാറ്റങ്ങൾക്ക് വിധേയമായി. ആളുകൾ മതത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് വളരെയധികം ചിന്തിക്കാൻ തുടങ്ങി. തങ്ങളുടെ മതപാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ ആംഗ്ലിക്കൻ ചർച്ചിന് പൊതുജീവൻ കൊണ്ടുവരാൻ വേണ്ടി ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നിലവിൽ വന്നു. അങ്ങനെയാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് നിലവിൽ വന്നത്. ഇതേസമയം വ്യക്തിപരമായ അവകാശങ്ങളിലും സമൂഹത്തെ മികച്ചതാക്കുന്നതിലും വിശ്വസിച്ച ലിബറലിസവും വളർന്നു വന്നു. ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടനിലെ മതപരമായ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും തുടർന്നുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ യുദ്ധങ്ങളുടെയും അനന്തരഫലമായിട്ട് യൂറോപ്പിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ പ്രകടമായി. ഇവ മതമേഖലകളിലേക്ക് വ്യാപിച്ചു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് അകത്തു നിന്നും പുറത്തു നിന്നും വെല്ലുവിളികൾ നേരിട്ടു. പാരമ്പര്യ സ്ഥാപനങ്ങളെയും മതങ്ങളെയും ചോദ്യം ചെയ്യുന്ന സന്ദേഹവാദം ഉദയം ചെയ്തു. ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയാണ് ഓക്സ്ഫോർഡ് പ്രസ്ഥാനം നിലവിൽ വന്നത്. ഇവർ ട്രാക്ടേറിയൻ മൂവ്മെൻറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1830കളിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ ഒരു ഓക്സ്ഫോർഡ് പ്രസ്ഥാനം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനുള്ളിലെ സഭാഘടനകളിൽ അഗാധമായ സ്വാധീനം ചെലുത്തി. ആചാരാനുഷ്ഠാനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിലും വിപുലമായ ആരാധനാ കർമ്മങ്ങളിലേക്കുള്ള തിരിച്ചുവരവിനും സഭയ്ക്കുള്ളിൽ തർക്കങ്ങൾക്കും ഭിന്നതകൾക്കുമൊക്കെ ഈ ഒരു മൂവ്മെൻറ്റ് കാരണമായി. ആംഗ്ലിക്കൻ സഭയെ കത്തോലിക്ക പാരമ്പര്യങ്ങളുമായി കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ച ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിൻ്റെ കൂടുതൽ തീവ്ര ശാഖയായ ആംഗ്ലോ കത്തോലിക് പ്രസ്ഥാനത്തിൻ്റെ ഉദയത്തിലേക്ക് ഈ ഒരു മൂവ്മെൻറ്റ് നയിച്ചു. ഇതിനൊക്കെ പുറമെയായിട്ട് ഓക്സ്ഫോർഡ് പ്രസ്ഥാനം സാഹിത്യത്തിലും കലയിലും മായാത്ത മുദ്ര പതിപ്പിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾ, മധ്യകാല പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ബന്ധം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയത് ആത്മീയ ബോധം ഉണർത്താൻ ശ്രമിക്കുന്ന എഴുത്തുകാരെയും കലാകാരന്മാരെയും സ്വാധീനിച്ചു. ഈ ഒരു ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ജോൺ ഹെൻറി ന്യൂമാൻ. ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നു. ബുദ്ധിവൈഭവം, വൈദ്യശാസ്ത്ര അറിവ്, ഉൾക്കാഴ്ച എന്നിവയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്. അദ്ദേഹം നൽകിയ സംഭാവനകൾ പ്രസ്ഥാനത്തിൻ്റെ തത്വം വളരെയധികം വ്യക്തമാക്കി. അടുത്തതായിട്ടുള്ള വ്യക്തിയാണ് ജോൺ കേബിൾ. കവിയായിരുന്നു, വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പ്രസംഗത്തിലൂടെ ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. അടുത്ത വ്യക്തിയാണ് എഡ്വേർഡ് പുസി. പണ്ഡിതനായിരുന്നു, വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു, അക്കാദമിക സ്വാധീനമുള്ള ആളായിരുന്നു. വിക്ടോറിയൻ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന മറ്റൊരു സംഭവമായിരുന്നു ലിബറലിസം എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്ത് ആരംഭിച്ച വ്യാവസായിക വിപ്ലവം വിക്ടോറിയൻ കാലഘട്ടങ്ങളിൽ അഭൂതപൂർവമായ സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടായി, നഗരവൽക്കരണമുണ്ടായി, പാർലമെൻ്ററി ജനാധിപത്യം നിലവിൽ വന്നു. ഇവയെല്ലാം ലിബറലിസത്തിന് കാരണമായി. നിയന്ത്രിത രാഷ്ട്രീയ ഘടനയോടുള്ള പ്രതികരണമാണ് ലിബറലിസം ഉയർന്നു വന്നത്. പ്രാതിനിധ്യ ജനാധിപത്യം, സമ്പദ്ഘടനയിൽ പരിമിതമായ സർക്കാർ ഇടപെടൽ, വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം എന്നിവയ്ക്കായി ലിബറലിസം വാദിക്കുന്നു. ലിബറലിസം എന്നുള്ളത് ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രം മാത്രമല്ല. സാമൂഹിക പരിഷ്കരണം, അസമത്വങ്ങൾക്കെതിരെയുള്ള അവബോധം, അനീതിക്കെതിരെ, തൊഴിൽ നിയമങ്ങൾ, പൊതുജനാരോഗ്യം എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം വാദിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. നഗരവൽക്കരണത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾക്കെതിരെയും ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യം, നിയമത്തിന് മുമ്പിൽ സമത്വം, സ്വത്തവകാശ സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടിയും വാദിച്ചു. രാജവാഴ്ച, പ്രഭുവർഗം, മതസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വെല്ലുവിളി ഉയർത്തി. മതാധികാരങ്ങളെയും സഭാ നിയന്ത്രണങ്ങളെയും വ്യക്തികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. യുക്തി മനസാക്ഷി, വിശ്വാസത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യാഖ്യാനം എന്നിവ ഊന്നിപ്പറയുന്ന ഈയൊരു ലിബറലിസം പരമ്പരാഗത മതപഠനങ്ങളെ സസൂക്ഷ്മമായി പരിശോധിച്ചു. ഇതിനെതിരെ ജോൺ ഹെൻറി ന്യൂമാൻ വളരെ ശക്തമായിട്ട് തന്നെ ഉയർന്നു വന്നു. ഇനി നമുക്ക് വിക്ടോറിയൻ കാലഘട്ടങ്ങളിലെ ലിബറൽ ചിന്തകരെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ലിബറൽ ചിന്തകർ, ആദ്യമായിട്ട് തന്നെ ജോൺ സ്റ്റുവർട്ട് മിൽ. ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന് പറയുന്ന ആളാണ്. രാഷ്ട്രീയത്തിനും സാമ്പത്തിക ശാസ്ത്രത്തിനും അപ്പുറത്തേക്ക് ലിബറൽ ആശയങ്ങളെ വ്യാപിപ്പിച്ച വ്യക്തിയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച വ്യക്തിയാണ്. ലിബറൽ ചിന്തകരുടെ വികാസത്തിന് അദ്ദേഹത്തിൻ്റെ രചനകൾ ഗണ്യമായ സംഭാവനകൾ നൽകി. തുടർന്നുള്ള തലമുറയെ ചിന്തകരെയും നയരൂപീകരണങ്ങളെയും സ്വാധീനിച്ചു. അടുത്ത ആളാണ് തോമസ് ഹിൽ ഗ്രീൻ. തോമസ് ഹിൽ ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തി ലിബറൽ സോഷ്യലിസം അവതരിപ്പിച്ച വ്യക്തിയാണ്. ഓരോ വ്യക്തിയുടെയും കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ അനുവദിക്കുന്ന സമൂഹത്തിലെ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്ന് അവർ വാദിച്ചു. അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് വാദിച്ചു.
ക്ലാസിക്കൽ ലിബറലിസത്തിൽ നിന്നുള്ള വ്യക്തിചലനത്തിന് തുടക്കമിടുകയും വ്യക്തിഗത അവകാശങ്ങളും സാമൂഹിക ഉത്തരവാദിത്തവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അടുത്ത ആളാണ് ചാൾസ് ഡിക്കൻസ്. ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്ന വ്യക്തി വിക്ടോറിയൻ സാഹിത്യത്തിൽ സമാനതകളില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. തൻ്റെ കാലത്തെ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് ധാർമ്മിക പ്രശ്നങ്ങളെയൊക്കെക്കുറിച്ച് ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്ന നോവലുകൾ രചിച്ചു കൂട്ടിയ ആളാണ്. ഇത്തരത്തിലുള്ള നോവലുകൾ സമൂഹത്തിലെ ദാരിദ്ര്യരോടും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോടും ആഴത്തിൽ സഹതാപം പുലർത്തിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും വിക്ടോറിയൻ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നാണ് ഉയർന്നു വന്നത്. മതകാര്യങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ച ഓക്സ്ഫോർഡ് പ്രസ്ഥാനം ഡിക്കൻസിൻ്റെ കഥാപാത്രങ്ങൾക്ക് വിരുദ്ധമായി നിലകൊണ്ടു. ഓക്സ്ഫോർഡ് പ്രസ്ഥാനം മതപരമായ പിടിവാശിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഡിക്കൻസ് ദരിദ്രരിൽ ശ്രദ്ധിച്ചു. മതപരമായ നവീകരണം കൊണ്ടുവരാൻ ഓക്സ്ഫോർഡ് ശ്രമിക്കുമ്പോൾ നീതിയും അനുകമ്പയും ഉള്ള ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഡിക്കൻസിൻ്റെ കാഴ്ചപ്പാടുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നോവലുകൾ കേവലം അനാചാരങ്ങളെപ്പറ്റി പറയുന്നതല്ല, മറിച്ച് സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൻ്റെ കേന്ദ്ര പ്രമേയമായ പാരമ്പര്യവും മാറ്റവും തമ്മിലുള്ള പിരിമുറുക്കം ഡിക്കൻസിൻ്റെ കഥാപാത്രങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.